നമസ്കാരം. സൂരജിനെ തൂക്കിക്കൊല്ലണം. ആർക്കെങ്കിലും സംശയമുണ്ടോ? ഒരു സംശയവും ആർക്കുമില്ല. ഒരു നിമിഷം പോലും കളയാതെ ആ മനുഷ്യനെ തൂക്കിക്കൊല്ലണം. കാരണം അവൻ മനുഷ്യനല്ല, അവൻ മൃഗവുമല്ല. മൃഗങ്ങൾക്ക് പോലും ഇണകളോട് സ്നേഹമുണ്ട്, മക്കളോട് സ്നേഹമുണ്ട്, മാതാപിതാക്കളോട് സ്നേഹമുണ്ട്. അവരെ അവർ ഒരിക്കലും ഉപദ്രവിക്കുകയില്ല, ഉപേക്ഷിക്കുകയില്ല. അപ്പോൾ അവനെ മൃഗമെന്ന് വിളിക്കാൻ കഴിയില്ല. മനുഷ്യനും മൃഗവുമല്ലാത്ത ഒരു കെട്ടവർഗത്തിൽപ്പെട്ടവൻ. എന്തിനു വേണ്ടിയാണ് ഇനി തെളിവുകൾ കാത്തിരിക്കുന്നത്? അവൻ കുമ്പസാരിച്ചിരിക്കുന്നു, അവന്റെ കുമ്പസാരം മുഴുവൻ വ്യക്തമായിരിക്കുന്നു. പാമ്പിനെ വിറ്റവനെ കണ്ടെത്തിയിരിക്കുന്നു, ശാസ്ത്രീയമായ തെളിവുകളും അനുസരിച്ചിരിക്കുന്നു. ഒരു നിമിഷം പോലും പാഴാക്കാതെ അവനെ തൂക്കിക്കൊല്ലണം. കാരണം നമ്മുടെ ചരിത്രത്തിൽ ആദ്യമായിരിക്കണം ഒരു മാസം കൊണ്ട്, പ്രത്യേകിച്ച് കൊറോണ കാലത്ത്, വിചാരണ പൂർത്തിയായി കൊല്ലുന്നത്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും നികൃഷ്ടമായ ഒരു കൊലപാതകം ലോകത്തൊരിടത്തും ഉണ്ടായിട്ടുണ്ടാവില്ല. ലോക ചരിത്രത്തിൽ ഇങ്ങനെ ഒരു കൊലപാതകം കാണില്ല. വണ്ടി ഇടിച്ചും കുത്തിയും വെടിവെച്ചും കുഴിയിലേക്ക് തള്ളിയിട്ടും ഒക്കെ കൊലപാതകം നടത്താറുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു കൊലപാതകം ലോക ചരിത്രത്തിൽ കാണില്ല. അതുകൊണ്ട് പോലീസ് ആദ്യം ചെയ്യേണ്ടത് ഒരു നിമിഷം പോലും വൈകാതെ ഈ വരുന്ന 10 ദിവസത്തിനകം ഇതിന് കുറ്റപത്രം തയ്യാറാക്കണം, ശാസ്ത്രീയ തെളിവുകൾ ഉണ്ടാക്കണം, സാക്ഷികളെ കണ്ടെത്തണം. അടിയന്തരമായി ഇത് 3 മാസം വരെ കാത്തു നിൽക്കാതെ, സാധാരണ പോലീസിന് 3 മാസം വരെ സാവകാശമുണ്ട് കുറ്റപത്രം കൊടുക്കാൻ. അടിയന്തരമായി കുറ്റപത്രം കൊടുക്കണം. അടിയന്തരമായി വിചാരണ ഓൺലൈൻ വഴി വിചാരണ ചെയ്യാവുന്നുള്ളൂ. 1 മാസത്തിനകം വിചാരണ പൂർത്തിയാക്കി ഈ വൃത്തികെട്ടവനെ തൂക്കിക്കൊല്ലണം. ആർക്കെങ്കിലും സംശയമുണ്ട്? എനിക്ക് സംശയമില്ല. കാരണം ഇങ്ങനെ ഒരു പേരുദോഷം കേരളം അർഹിക്കുന്നില്ല. ഇങ്ങനെ ഒരു പേരുദോഷം ഉണ്ടാകാൻ പാടില്ല. സ്വന്തം ഭാര്യയെ ആലോചിച്ചു നോക്കൂ. അതും ലക്ഷക്കണക്കിന് രൂപ സ്ത്രീധനമായി വാങ്ങിയത്. 3.5 ലക്ഷം രൂപ സ്ത്രീധനമായി വാങ്ങുന്നു, കാറ് വാങ്ങുന്നു, 3 ഏക്കർ റബ്ബർ തോട്ടം വാങ്ങുന്നു. പിന്നെയോ കഴിഞ്ഞ കുറെ ദിവസം 2 കൊല്ലമായി, കല്യാണം കഴിഞ്ഞ് 2 കൊല്ലത്തിനിടയിൽ 10-25 ലക്ഷം രൂപ വസൂലാക്കുന്നു. ഒരു വീടിന്റെ വാടക മുഴുവൻ കൊണ്ടുപോകുന്നു. ഇതിനു വേണം അമ്മായിപ്പിന് പിക്കപ്പ് വാൻ മേടിച്ചു കൊടുക്കുന്നു. എവിടെയോ കിടന്ന ഒരു ഗുണ്ടയെ പിടിച്ച് പെണ്ണിനെ കൊണ്ട് കെട്ടിച്ചു വിട്ടതാ. പെണ്ണിനൊരു കുഴപ്പമുണ്ട് എന്ന് കരുതി. അതിന് ശിക്ഷ എന്താണ്? കൊലപാതകം, ജീവനെടുത്ത്. ഇവനെ ജീവിക്കാൻ അനുവദിക്കണം, പാടില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യത്തിൽ അഭിമാനമുണ്ട്. ഈ വാർത്ത പുറത്തു വന്നപ്പോൾ, നമുക്കൊക്കെ അറിയാം, വാർത്ത പുറത്തു വന്നപ്പോൾ എല്ലാ പത്രങ്ങളും എഴുതിയത്, രാവിലെ പത്രങ്ങളാണ് ചാനലുകളെക്കാൾ മുമ്പ് എഴുതുന്നത്, രാത്രിയിലാണ് മരണം സംഭവിക്കുന്നത്. പത്രങ്ങൾ എഴുതിയത് പാമ്പ് കടിയേറ്റ് ചികിത്സയിലായിരുന്ന യുവതിയെ പാമ്പ് കടിയേറ്റ് മരിച്ചു എന്നാണ്. ഈ വാർത്ത ഞങ്ങൾ വീഡിയോ ആക്കി, ലക്ഷക്കണക്കിന് ആളുകൾ കണ്ട ആ വീഡിയോയിൽ. അപ്പോൾ ആ വാർത്തയിൽ ഒരു ദുരൂഹതയുമില്ല. പക്ഷെ വായനക്കാർ മുഴുവൻ അതിൽ ദുരൂഹത കണ്ടു. ഞങ്ങൾക്കും ദുരൂഹത തോന്നി. വായനക്കാർ മുഴുവൻ ദുരൂഹത കണ്ടു. ആ വാർത്തയുടെ അടിയിലെ മുഴുവൻ കമന്റുകളും ഇത് കൊലപാതകമാണ്, കൊലപാതകമാണ്, കൊലപാതകമാണ്. അതായിരുന്നു ഞങ്ങളുടെ ആത്മവിശ്വാസം. സാധാരണഗതിക്ക് അങ്ങനെ ഒരു കേസില്ല, പരാതിയില്ല. ഞങ്ങൾ ആ സമയത്ത് വീട്ടുകാരോട് ബന്ധപ്പെടുമ്പോൾ അവരൊന്നും പറയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഞങ്ങളോട് വാവാ സുരേഷ് പറഞ്ഞു ഇത് കൊലപാതകമാണ്. പക്ഷെ ഞാൻ വാവാ സുരേഷിനോട് ചോദിച്ചെങ്കിൽ ഇങ്ങനെ അഭിമുഖം തരത്തില്ല. കാരണം വാവാ സുരേഷിന് ഒരിക്കലും അയാൾ ഈ നിയമത്തിന്റെ ഭാഗമായി മുമ്പോട്ട് പോകുന്ന ആളാണ്. അയാൾക്ക് ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം മുൻകൂട്ടി പരസ്യമായി പറഞ്ഞ് പേരുദോഷം ഉണ്ടാക്കാൻ കഴിയില്ല, തരത്തില്ല. പക്ഷേ ഇത് കൊലപാതകമാണ്, നിങ്ങൾ വിടരുത്, നിങ്ങൾക്ക് മാത്രം ഇതിന് പിന്നാലെ പോകാം. ആ വാവാ സുരേഷ് നൽകിയ കോൺഫിഡൻസ് ആണ്. ചിലപ്പോൾ ഞങ്ങൾക്ക് ഭയം തോന്നി. കാരണം ഒരു മനുഷ്യൻ, ഒരു ഭാര്യ മരിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ കൊലപാതകിയാണ് എന്ന് സംശയിക്കുന്ന തരത്തിൽ നിരന്തരം വാർത്ത എഴുതുമ്പോൾ അയാൾ നിരപരാധിയാണെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു സംഘർഷമുണ്ട്. പക്ഷേ വാവാ സുരേഷ് ഞങ്ങൾക്ക് കോൺഫിഡൻസ് തോന്നി. മാത്രമല്ല സാഹചര്യങ്ങൾ മുഴുവൻ അയാൾക്കെതിരായിരുന്നു. അങ്ങനെയാണ് വീട്ടുകാർ പരാതി കൊടുക്കുമ്പോൾ ഞങ്ങളുടെ സംശയം തെളിവാകുന്നത്. ഞങ്ങൾ പിന്നീട് ഞങ്ങളുടെ ലേഖകനെ അയച്ച് വിജയസേനൻ എന്ന ഉത്രയുടെ അച്ഛനെ കണ്ടു. അദ്ദേഹം പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഒരുപാട് കഥകൾ പറഞ്ഞു. ആ കഥകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങൾ ഞങ്ങൾ പ്രസിദ്ധീകരിച്ചു. അതിൻ്റെയൊക്കെ തുടർച്ചയായി പോലീസ് ഗൗരവമായി വിഷയമെടുത്തിരിക്കുന്നു, അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ചുള്ള അഭിമാനമുണ്ട്. പലരും ഞങ്ങളെ പലതും പറഞ്ഞു കുറ്റം പറയുമ്പോഴും സത്യത്തിന് വേണ്ടി ഉറച്ചു നിൽക്കുന്ന മാധ്യമം എന്ന നിലയിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. കാരണം ഇത്തരമൊരു വിഷയം വരുമ്പോൾ അത് ഏത് കൊച്ചു കുഞ്ഞിനും അറിയാം അത് കൊലപാതകമാണെന്ന്. ഞങ്ങളുടെ മുഴുവൻ വായനക്കാരും പറഞ്ഞു അത് കൊലപാതകമാണെന്ന്. വായനക്കാർക്കാണ് നന്ദി പറയേണ്ടത്. കാരണം ഒരു സംശയവും വായനക്കാർക്കുണ്ടായിരുന്നില്ല. കാരണം പല കാരണങ്ങളുണ്ട്. ഒന്ന്, 2 അപകടങ്ങൾ നടന്നപ്പോഴും ഭർത്താവുണ്ട്. അതായത് ഭർത്താവിൻ്റെ വീട്ടിൽ നടന്നപ്പോഴും അദ്ദേഹം മുറിയിലുണ്ട്, ഭാര്യയുടെ വീട്ടിൽ നടക്കുമ്പോഴും അദ്ദേഹം മുറിയിലുണ്ട്. ഈ കൊലപാതകത്തിന്റെ തൊട്ട് തലേ ദിവസമാണ് അദ്ദേഹം വീട്ടിലെത്തുന്നത്. ഭാര്യയുടെ വീട്ടിൽ വെച്ച് കൊലപാതകം നടന്ന 2ാം നിലയിലാണ്, AC റൂമിലാണ്. AC റൂമിൽ 2ാം നിലയിൽ പാമ്പെത്തേണ്ട കാര്യമില്ല, എല്ലാവരും പറഞ്ഞു. മാത്രമല്ല ഭാര്യയെ കരിമൂർക്കൻ കടിച്ച് ഭാര്യ വിഷം കയറി കൊന്നു എന്ന് തെളിഞ്ഞിരിക്കുന്നു. എന്നിട്ട് കൂട്ടത്തിൽ കിടന്ന ഭർത്താവ് അറിഞ്ഞില്ല എന്ന് പറയാൻ വിശ്വസിക്കാൻ കഴിയില്ല. പിന്നീടാണ് പോലീസ് വീട്ടുകാരും അന്വേഷിക്കുന്നതും സംശയങ്ങൾ വരുന്നതും. സംശയങ്ങൾ എന്താണ്? ഇയാളൊരു ഗുണ്ടാ തലവനെ പോലെ ജീവിച്ചവനാണ്. ഇയാൾ പാമ്പ് പിടുത്തക്കാരോട് ബന്ധമുണ്ടായിരുന്നു. ഇതിനു മുൻപും ഇയാൾ പാമ്പുമായി വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ആരാണ് ഉത്തരവാദി? സാധാരണക്കാർക്ക് കണ്ടെത്താൻ കഴിയുന്ന തരത്തിൽ എളുപ്പത്തിൽ കണ്ടെത്തി.
ഇതിന്റെ പിന്നാലെ ഞങ്ങൾ ഈ വീട്ടിൽ പോയിരുന്നു 2 ദിവസം മുൻപ്. ആ വീട്ടിലെ ദൃശ്യങ്ങൾ ഞങ്ങൾ പ്രേക്ഷകരെ കാണിച്ചത്. പ്രേക്ഷകർ കണ്ടതാണ്. ഞങ്ങൾക്ക് അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. ഇത്തരം നരാധമന്മാരെ നീതിയുടെ മുൻപിലൂടെ കൊണ്ടുവന്ന കഴുമരത്തിൽ കത്തിവയ്ക്കുന്നത് വരെ സമാധാനമില്ലാതിരിക്കുന്ന ഒരു സമൂഹമുണ്ട്. ആ സമൂഹത്തോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ ഞങ്ങൾ അഭിമാനിക്കുന്നു. നന്ദി പറയുന്നത് വാവാ സുരേഷിനാണ്. ഈ അന്വേഷണത്തിന് ഒപ്പം നിൽക്കാൻ കഴിഞ്ഞത് വാവാ സുരേഷ് മൂലമാണ്. പോലീസ് ഒടുവിൽ അതിന്റെ ഗൗരവം കണ്ടെത്തി. ഈ പോലീസ് ഈ സൂരജിന്റെ ബന്ധങ്ങളും ടെലിഫോൺ കോളുകളും ഒക്കെ പരിശോധിച്ചപ്പോൾ തന്നെ വ്യക്തമായി. ഒടുവിൽ അവൻ എല്ലാം തുറന്നു പറഞ്ഞിരിക്കുന്നു, അറസ്റ്റ് ചെയ്തിരിക്കുന്നു, അകത്തായിരിക്കുന്നു. ഇനി വേണ്ടത് നീതിയാണ്. അതായത് അവനെ തൂക്കിക്കൊല്ലണം. ഒരു നിമിഷം പോലും വൈകാതെ അവനെ തൂക്കിക്കൊല്ലണം. നമുക്കൊരു സംവിധാനമുണ്ട്. അതുകൊണ്ടാണ് 1 മാസം അല്ലെങ്കിൽ 2 മാസം ഇതിനകം നമുക്ക് ഈ വിചാരണ പൂർത്തിയാക്കി അവനെ തൂക്കിക്കൊല്ലാൻ കഴിയണം. കാരണം ശാസ്ത്രീയമായ തെളിവുകൾ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. മറ്റതുപോലെ സംശയത്തിന്റെ ആനുകൂല്യം ഒരിക്കലും ലഭിക്കുക ആവശ്യമില്ല ഈ കേസിന്. കാരണം ശാസ്ത്രീയമായി തെളിയിക്കാം. പാമ്പ് എങ്ങനെ എത്തി എന്നത് മാത്രം മതി. പാമ്പ് അവിടെ എത്തി, പാമ്പിനെ കടിച്ചുവെങ്കിൽ പിന്നെ പാമ്പിനെ കടുപ്പിച്ചു എന്നത് നിയമത്തിന്റെ ഭാഷയിൽ വിശ്വസിക്കാവുന്നതാണ്. യാദൃച്ഛികമായി പാമ്പ് ചാക്കിൽ നിന്ന് ചാടിപ്പോയി കടിച്ചതാണെന്നുള്ള വാദം പോലും അംഗീകരിക്കേണ്ടതില്ല. കാരണം പാമ്പിനെ മുറിയിൽ കൊണ്ട് സൂക്ഷിക്കേണ്ട കാര്യമില്ല. പാമ്പിനെ മുറിയിൽ കൊണ്ട് സൂക്ഷിക്കുന്നു. മാത്രമല്ല, ഇയാളുടെ പാമ്പ് പിടുത്തക്കാരുടെ ബന്ധം, നിരന്തരമായ ടെലിഫോൺ സംഭാഷണങ്ങളെ, സാമ്പത്തിക ഇടപാടുകളെ, ഈ ഭാര്യ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന സാമ്പത്തിക ആനുകൂല്യങ്ങളെ, ഭാര്യയുടെ ശാരീരികമായ അവസ്ഥ, ഇത്തരം കാര്യങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ ഇത് കൊലപാതകം തന്നെയാണ്. ശാസ്ത്രീയമായി ഇതിനൊരിക്കലും കോടതിയുടെ മുൻപിൽ ഇത് തള്ളിപ്പോവുകയില്ല. അതുകൊണ്ട് ദയവായി പോലീസിനോട് എൻ്റെ അഭ്യർത്ഥന, ഇതുവരെ പോലീസിന് കയ്യടി ലഭിച്ചിരിക്കുന്നു. ആ കയ്യടി പൂർണ്ണമാവാൻ 1 മാസം അല്ലെങ്കിൽ 2 മാസം അതിനോടകം വിചാരണ പൂർത്തിയാക്കി ഇവനെ തൂക്കിക്കൊല്ലുന്നതിനുള്ള ഏർപ്പാട് ചെയ്യണം.